when you want something, the universe conspires in helping you to achieve it. നമുക്ക് തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടത്തി തരാനായിട്ട് ഈ പ്രപഞ്ചം തന്നെ നമ്മുടെ ഒപ്പം ഉണ്ടാവുമെന്നാണ് ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. വെൽക്കം ടു സ്റ്റോറിറ്റിക്കൽ. നമ്മുടെ ഇന്നത്തെ ബുക്ക് ഇതാണ്, ദ ആൽക്കമിസ്റ്റ് ബൈ പോളോ കോലോ. ഇതൊരു ഫേമസ് ബുക്കാണ്, ഇതിനെപ്പറ്റി കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. നമ്മൾ ഈ ബുക്കിനകത്ത് ശരിക്കും പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മൊത്തം നമ്മുടെ ഒപ്പം ഉണ്ടാവും ഇത് നടത്തി തരാമെന്ന്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ഒരു സ്വപ്നം നമുക്ക് നടക്കാതിരിക്കാനുള്ള 4 കാരണങ്ങളാണ് ഈ ഓഥർ പറയുന്നത്. ആ 4 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരെണ്ണം, ആദ്യത്തേത്, നമ്മൾ ചെറുപ്പം തൊട്ടേ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്കൊന്നും വാശി പിടിക്കില്ല, ഇത്രയൊക്കെ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പം നമ്മുടെ മൈൻഡിലൊരു ലിമിറ്റേഷൻസ് നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും, ഓ അതെനിക്ക് പറ്റൂ എന്നുള്ളത്. അതാണ് ഫസ്റ്റ്. സെക്കൻഡ്, നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ അടുത്ത് പല എക്സ്പെക്റ്റേഷൻസും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് മാറി നമ്മുടെ വേറൊരു രീതിയിലേക്ക് പോകുമ്പോൾ അവരെ നമ്മൾ വേദനിപ്പിക്കണ്ടേ? അപ്പം നമ്മൾ അവർ വിചാരിക്കുന്ന രീതിക്ക് തന്നെ ഇരുന്നാൽ പോരെ എന്നുള്ളത് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഫിയർ ഓഫ് ഫെയിലിയർ തന്നെയാണ്. അതായത് നമ്മൾ ഒരു സ്വപ്നം നേടാൻ വേണ്ടി പോകുമ്പോൾ അതിനകത്ത് പല ഫെയിലിയേഴ്സും നമുക്ക് നേരിടേണ്ടി വരും. ആ ഒബ്സ്റ്റക്കിൾസ് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള പേടിയാണ് മൂന്നാമത്തേത്. നാലാമത്തേത് പറഞ്ഞിരിക്കുന്നത് വളരെ രസകരമാണ്. അതായത് പലപ്പോഴും നമ്മൾ ഭയങ്കര പെർസിസ്റ്റൻ്റ് ആയിട്ട് ഈ സ്വപ്നം നേടിയെടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ലാസ്റ്റ് സ്റ്റെപ്പിലെത്തുമ്പോൾ നമുക്ക് തോന്നും, ശരിക്കും ഇത് നടക്കുമോ എന്നുള്ള ഒരു സംശയം മനസ്സിൽ വരും. അങ്ങനെ വളരെ ലാസ്റ്റ് സ്റ്റെപ്പിൽ തിരിച്ച് ഇറങ്ങി പോരുന്നവരുണ്ട്, ഇത് ഒരു പക്ഷേ നടക്കില്ല എന്ന് വിചാരിച്ചിട്ട്. ആ സമയത്തായിരിക്കും ഒരു പക്ഷേ അത് നടക്കാനായിട്ടുള്ള വിധി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ നടക്കാണ്ട് പോകുന്നത്. ഇനി ഈ ബുക്കിനകത്ത് എങ്ങനെ നമ്മുടെ സ്വപ്നങ്ങൾ നടക്കും, അത് വളരെ രസകരമായ ഒരു കഥയെ കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് നേരെ ഈ കഥയിലേക്ക് തന്നെ കിടക്കാം. സാന്റിയാഗോ എന്ന് പറഞ്ഞ ആട് മേയ്ക്കുന്ന ഒരു ബാലൻ, അതാണ് ഈ ഇതിലെ കഥാപാത്രം. ഈ കുട്ടിക്ക് ആട് മേയ്ക്കുന്നത് തിരഞ്ഞെടുക്കുന്നതിന് വളരെ സന്തോഷത്തോടെ വേണം. കാരണം ഒരുപാട് ദേശങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റും, ആൾക്കാരെ കാണാൻ പറ്റും എന്നുള്ളതുകൊണ്ട്. അങ്ങനെ ഇവനൊരു ദിവസം ഒരു സ്വപ്നം കാണുകയാണ്. അതായത് പിരമിഡിൻ്റെ അടുത്ത് ഇവനായിട്ടൊരു നിധി കാത്തിരിപ്പുണ്ടെന്ന്. അവനത് കാര്യമാക്കിയില്ല, അവിടെ വിട്ടു. പിറ്റേ ദിവസം ഇതേ സ്വപ്നം കാണുകയാണ്, പിരമിഡിൻ്റെ അടുത്തൊരു നിധി കാത്തിരിപ്പുണ്ടെന്ന്. അപ്പോൾ ഇവനൊരു ജിപ്സീനെ പോയി കാണുന്നു. അവർ ജനറലി ഈ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഇത് നടക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ നടക്കുകയാണെങ്കിൽ എനിക്ക് 10% അതിൻ്റെ എനിക്ക് വേണമെന്നും പറയുകയാണ്. അപ്പോൾ ഇവനൊന്നും കൂടി സന്തോഷമായി, ഒരു പക്ഷേ നടന്നാലോ. അപ്പോൾ അങ്ങനെ അവൻ ഇരിക്കുമ്പോൾ ഒരു വയസ്സായ ഒരു രാജാവിനെ കാണുകയാണ്. ഇയാളൊരു ഭിക്ഷക്കാരൻ്റെ രൂപത്തിലുള്ള ഒരു രാജാവാണ്. അയാളും ഈ പയ്യനോട് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പല രീതിയിലും പറയുകയാണ്, ഒരു പക്ഷേ ഇത് സ്വപ്നം നടക്കാൻ സാധ്യതയുണ്ട്, നിനക്ക് അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ എന്ന് പറയാണ്. അങ്ങനെ അടുത്തൊരു സ്റ്റെപ്പിൽ ഇവൻ ആടുകളെ മുഴുവൻ വിറ്റ് ആ പൈസയുമായിട്ട് ഈജിപ്തിലേക്ക് യാത്ര തിരിക്കുകയാണ് പിരമിഡ് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിലൂടെ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു സമയത്ത് ഇവൻ്റെ പൈസ മുഴുവൻ ഒരു കള്ളം കൊണ്ടുപോകും. അപ്പോൾ ഇവൻ പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ആ സമയത്ത് ഒരു ജോലിക്കായിട്ട്, ഒരാളുടെ കൂടെ ജോലിക്കായിട്ട് നിന്ന് അവരുടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെ അവൻ കുറച്ച് കാശുണ്ടാക്കി. ആ സമയത്ത് അവൻ വിചാരിക്കുകയാണ്, വേണ്ട ഇത് മതി, കാരണം ഇനി ഞാൻ തിരിച്ചു പോയി കുറച്ച് ആടുകളെ മേടിച്ച് എൻ്റെ ബിസിനസ് ഞാൻ നോക്കാൻ പോവാം എന്ന് വിചാരിക്കുമ്പോൾ നിമിത്തങ്ങൾ അവനോട് പറയുകയാണ്, അല്ല നിനക്ക് നേടാനുള്ളത് ഇനിയും കൂടുതലുണ്ടെന്ന്. ഈ ബുക്കിലുടനീളം നമ്മൾ ഒരുപാട് പോസിറ്റീവ് നിമിത്തങ്ങൾ കാണും, ഒമൻസ്. അപ്പോൾ ശരിക്കും ഇത് നമുക്കൊരു ലെസനാണ്. ചില കാര്യങ്ങൾ നമ്മളോട് പറയും, ഇല്ല ഇത് നമ്മൾ ചെയ്യണം എന്ന്. പലപ്പോഴും നമ്മളത് ഒഴിവാക്കാനാണ് ശ്രമിക്കുക, പക്ഷെ അതിനെ നമ്മൾ കേൾക്കണം എന്നുള്ളതാണ് ഈ കഥ പറയുന്നത്. അങ്ങനെ ഒരു ഡെസേർട്ടിൽ ഒരു ഭയാനകരമായ ഒരു ഡെസേർട്ട് യാത്ര കൂടി കഴിഞ്ഞിട്ട് വേണം അവന് പിരമിഡിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ആ ഡെസേർട്ട് യാത്രയുടെ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. അവിടെ ഒരു ഒയാസിസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കുറച്ച് ആൾക്കാർ കൂട്ടം കൂടിയുള്ള സ്ഥലത്ത് അവൻ താമസിക്കുന്നു. കാരണം ഒരു വാർ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ. അവിടെ ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെടുന്നു. ആ സമയത്ത് അവൻ പിന്നെയും ചിന്തിക്കുന്നു, എനിക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഞാൻ ഇവിടെ താമസിച്ചാൽ പോരെ, എന്തിനാണ് ഞാൻ ഇതും തേടി പോകുന്നതെന്ന്. അപ്പോഴും നിമിത്തങ്ങൾ അവനോട് പറയണമല്ല, നിനക്ക് നേടാനുള്ളത് ഇനിയും ബാക്കിയുണ്ടെന്ന്. അപ്പോൾ എന്നിട്ടാണ് അവിടെ വെച്ചിട്ടാണ് അവൻ അൽക്കമിസ്റ്റിനെ കാണുന്നത്. അൽക്കമിസ്റ്റ് ലീഡ് എന്ന് പറഞ്ഞ രാസപദാർത്ഥം ഗോൾഡാക്കി മാറ്റാൻ കഴിവുള്ള ഒരാളാണ് എന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും ഇവനത് വിശ്വാസമില്ല. പക്ഷെ അയാൾ ഇവനെ തേടി തന്നെ വരികയാണ്. പിന്നീടുള്ള യാത്ര അവർ രണ്ടുപേരും കൂടിയാണ് നടത്തുന്നത്. ഇതിൻ്റെ ഇടയിലൂടെ ആണെങ്കിൽ പോലും പല ചാലഞ്ചസും നേരിടേണ്ടി വരികയാണ്. ഇവൻ കാണുന്ന ഒരു സ്വപ്നം, അതനുസരിച്ച് ഒരാൾക്കാർ വന്ന് ഈ താമസിക്കുന്ന സംഘത്തിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഇവൻ്റെ ജീവൻ തന്നെ പണയപ്പെടുത്തിയാണ് പിന്നീടുള്ള യാത്രകളൊക്കെ തുടർന്ന് പോകുന്നത്. പിന്നെ ഫൈനൽ സ്റ്റേജിൽ എത്താറാവുമ്പം അൽക്കമിസ്റ്റ് പറയുകയാണ്, ഇത്രയേ ഞാൻ നിൻ്റെ ഒപ്പം വരാൻ സാധിക്കുള്ളൂ, ഇതിൽ കൂടുതൽ എനിക്ക് നിന്നോട് വരാൻ സാധിക്കില്ല, ഇനി നിൻ്റെ സ്വപ്നം നീ തന്നെ നേടിയെടുക്കണം എന്നും പറഞ്ഞ് അദ്ദേഹം വഴി പിരിയുകയാണ്.
ഇതിൻ്റെ ഇടയിലൂടെ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇവനോട് സംസാരിക്കുന്നു, കാറ്റ് ഇവനോട് സംസാരിക്കുന്നു, ഡെസേർട്ടിലെ മണ്ണ് ഇവനോട് സംസാരിക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് കാണാം. അപ്പോൾ ഇതിലൂടെയൊക്കെ ആദർ നമ്മളോട് പറയുന്നത് എന്താ വെച്ചാൽ ഈ പ്രപഞ്ചം തന്നെ നമ്മളോട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് കേൾക്കാനുള്ള മനസ്സുണ്ടാവണം. പലപ്പോഴും നമ്മുടെ പ്രാക്ടിക്കൽ മൈൻഡ് കൊണ്ട് നമ്മൾ ചിന്തിച്ച് ഇതല്ല ഇതാണ് പ്രാക്ടിക്കലി ശരി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം വേറൊരു കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ പോലും നമ്മളത് കേട്ടില്ല എന്ന് വെക്കുകയാണ് പല അവസരങ്ങളിലും. അങ്ങനെ ഈ പിരമിഡിൻ്റെ അടുത്ത് എത്തിയ ഇവൻ ഈ നിധിയെ കണ്ടെത്തിയോ ഇല്ലയോ എന്നുള്ളതാണ് കഥ. സാന്റിയാഗോ നിധിയെ കണ്ടെത്തിയെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഈ ബുക്കിൽ നിന്ന് കിട്ടാനുള്ള എത്രയേ ഉള്ളൂ. നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ അതിന് 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് നമ്മുടെ ഒപ്പം ഉണ്ടാവും അത് നേടിയെടുക്കാനായിട്ട്. അത് ചെയ്യാനായിട്ട് വളരെയധികം ഒരു പ്രേരണ ഉണ്ടാക്കുന്ന ഒരു ബുക്കാണിത്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി വേറെ ഏതെങ്കിലും ബുക്കിനെ പറ്റി അറിയാനുണ്ടെങ്കിൽ എഴുതാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.